വിഷ്ണു, ഗുഡ് മോർണിംഗ്. പ്രധാനമായും മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട കിഫ്ബിക്കെതിരെ ഇഡി നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം ഇരട്ട നികുതി വിഷയത്തിൽ സിനിമാ സംഘടനകളുടെ നിർണായക യോഗവും ഇന്ന് ചേരുകയാണ്. ഇങ്ങനെയാകും വാർത്തയുടെ പോക്ക്. വിവരങ്ങൾ പ്രവിധ ഹൈക്കോടതിയിൽ നിന്നായിരിക്കും കൊച്ചിയിലെ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ സംഭവിക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹർജി ഇഡി കിഫ്ബിക്കെതിരെ നൽകിയിട്ടുള്ള അപ്പീൽ ഹർജിയാണ്. ഈ മസാല ബോണ്ടിൽ നിന്ന് ലഭിച്ച തുകയിൽ 462 കോടി രൂപ വകമാറ്റി റിയൽ എസ്റ്റേറ്റ് ഫണ്ടിന് കിഫ്ബി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇഡിയുടെ ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട് ഇഡി നോട്ടീസ് അയക്കുകയും ചെയ്തു. അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയാണ് നോട്ടീസ് അയച്ചത്. ആ നോട്ടീസ് ചോദ്യം ചെയ്ത് ഇഡി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയും സിംഗിൾ ബെഞ്ച് ആ നോട്ടീസിന്മേലുള്ള നടപടികളൊക്കെ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഈ നോട്ടീസിന്മേലുള്ള തുടർ നടപടികൾ സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിന്മേൽ ഇപ്പോൾ വിശദമായ വാദം ഇന്ന് നടക്കും. ഇഡിക്കും അതോടൊപ്പം തന്നെ കിഫ്ബിക്കും ഒരുപോലെ നിർണായകമായിരിക്കും ഇന്ന് കോടതി നടപടികൾ, അതോടൊപ്പം തന്നെ അതിൽ നടക്കുന്ന വാദങ്ങൾ. മറ്റൊന്ന് സിനിമാ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്. അതായത് ഇരട്ട നികുതിയാണ് നിലവിൽ ഈ സിനിമാ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതായത് GSTക്ക് പുറമെ മറ്റൊരു നികുതി കൂടി അടക്കേണ്ടി വരുന്നത് വലിയ പ്രഹരമുണ്ടാക്കുന്നു എന്നാണ് സിനിമാ സംഘടനകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. 2025 ജൂണിൽ ഇത്തരത്തിലൊരു പരസ്യ സമരത്തിലേക്ക് സിനിമാ സംഘടനകൾ പോയപ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയതാണ്, സാംസ്കാരിക വകുപ്പ് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക്, പണിമുടക്കിലേക്ക് പോകാൻ സിനിമാ സംഘടനകൾ തീരുമാനിച്ചത്. അതിൻ്റെ കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് ഇന്ന് ആ യോഗം ചേരുന്നത്. ഇതുവരെ എടുത്തിരിക്കുന്ന തീരുമാനമനുസരിച്ച് സർക്കാരിൻ്റെ കീഴിലുള്ള തിയേറ്ററുകൾക്ക് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സിനിമകൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അതിലൊരു വ്യക്തത വരിക, അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിന്റെ ഒരു ഉദ്ദേശം. അങ്ങനെ വാർത്തകളാൽ സമ്പുഷ്ടമാണ് കൊച്ചി. ഇന്ന് കൂടുതൽ മറ്റു വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകളടക്കം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവിധ, കൊച്ചിയെ സംബന്ധിച്ചും ഏറെ തിരക്കുള്ള ഒരു ദിവസമായിരിക്കും. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടേക്ക് പോകാം. നിഖിൽ രമേശ് ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും കാസർഗോഡ് കുമ്പളയിൽ ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. ഒപ്പം കോഴിക്കോട് ബൈപ്പാസിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ പിരിവ് ആരംഭിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.